ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ അമ്മ കൂടാരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളോടും സിസ്റ്റർ ഇന്ന് പറയാനുള്ളത്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 5 1 മുതലുള്ള തിരുവചനങ്ങൾ. നമുക്ക് എല്ലാവർക്കും അത് മനഃപ്പാഠമാണ്. എങ്കിൽ പോലും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 5 1 മുതൽ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മാതാവിൻ്റെ കൂടാരത്തിലേക്ക് ഇപ്പോൾ ഇന്ന് വന്നപ്പോൾ നമ്മൾക്ക് ജീവിതത്തിലെ ഏറ്റവും അധികം ശക്തി നൽകുന്ന അല്ലെങ്കിൽ ആശ്വസിപ്പിക്കപ്പെടുന്ന ദൈവവചനഭാഗമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 5 1 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ എല്ലാം പറയുന്നുണ്ട്. സമാധാനം ആശ്വസിപ്പിക്കുന്നു, ഹൃദയശുദ്ധി സ്വർഗരാജ്യമാർക്കുള്ളതാണ്, വിലപിക്കുന്നവരെ, അതുപോലെ ഭൂമി എങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നു, കരുണ ലഭിക്കുന്നു, പീഡന നിമിത്തമുള്ളവർക്ക് എന്ത് ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവവചനം ആവർത്തിച്ച് നമ്മൾ ഉരുവിട്ട് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സമാധാനമാണ് ഇന്ന് ഈ മാതാവിൻ്റെ ഈ അമ്മയുടെ കൂടാരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന, അമ്മയുടെ കൂടാരത്തിൽ അഖണ്ഡ ജപമാലയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന സർവ്വ മക്കളോടും സിസ്റ്റിന് പറയാനുള്ളത്, ഈ ഒരു ഭാഗം ഒരുപാട് ശക്തി നൽകുകയാണ്, നമുക്ക് അഭിഷേകം തരുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന മക്കളാണ് ഈ കൂടാരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, വലിയ ആനന്ദം തോന്നുകയാണ് നിങ്ങളെയൊക്കെ കാണുമ്പോൾ. ഈ ഒരു ഭാഗം ഇന്ന് നമ്മൾ ഒരുപാട് സമയം നിങ്ങൾ പുറത്തിറങ്ങി ഈ അമ്മയുടെ കൂടാരത്തിൽ ഇരുന്നോ, കൂടാരത്തിന് പുറത്ത് ഇവിടേക്ക് ഇരുന്നിട്ട് ഈശോയുടെ അടുത്തൊക്കെ പോയിരുന്ന് നിങ്ങൾക്കിത് ആവർത്തിച്ച് വായിച്ച് ധ്യാനിച്ച് നമുക്ക് കൂടാരത്തിലേക്ക് വീണ്ടും കടന്നു വരാം.